അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ എന്താണ് വിശേഷങ്ങൾ? ഇന്നത്തെ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതി. എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്തേക്കണം. ഞാൻ രാവിലെ ഇങ്ങനെ നേരം പരവരാ വെളുത്തപ്പോൾ എണ്ണീറ്റ് സമയം ഒത്തിരി ആയല്ലോ. മറ്റേ അമ്മ അച്ഛമ്മയൊക്കെ ഉള്ളപ്പോൾ വീട്ടിലൊരു ഉണർവായിരുന്നു. ഇപ്പോൾ അവരില്ലാത്തതുകൊണ്ട് വീടൊക്കെ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ നേരെ വെളിയിലൊക്കെ ചെന്ന് നിന്ന് നമ്മുടെ കൃഷിയുണ്ട്. നമുക്ക് കുറച്ച് കൃഷികളൊക്കെ ഉണ്ട്. അപ്പം മുട്ടക്രോസൊക്കെ പാകമായോ, ഇന്ന് പിച്ചാറായോ എന്ന് ഞാൻ എന്നും പോയി എല്ലാം നോക്കും. എന്തൊക്കെ എനിക്ക് പിച്ചുന്നത് ഭയങ്കര വിഷമം. അതിൽ തന്നെ നിർത്തി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. എന്താണെന്നറിയത്തില്ലല്ലേ, എന്നെപ്പോലെ ചെറിയ മാനസിക രോഗികൾ നിങ്ങളുടെ ഇടയിലും കാണും. അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിൽ കയറിയപ്പോൾ മൊത്തം പാത്രങ്ങൾ. എന്തോരം പാത്രങ്ങളാണ്! പാത്രം കഴുകി തീരാനാന്ന് തോന്നുന്നു എൻ്റെ ജീവിതം ബാക്കി. അങ്ങനെ പാത്രം എല്ലാം കഴുകിയിട്ട് രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാം കൂടി ഇങ്ങനെ വലിച്ചു വാരി അലമ്പായിട്ട് കിടക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രി പാത്രം കഴുകിയില്ല. അതാണ് ഇന്ന് രാത്രി ഇന്ന് രാവിലെ ഇത്രയും പാത്രങ്ങൾ. പിന്നെ അതൊക്കെ അങ്ങ് നേരെ കഴുകി സെറ്റാക്കാമെന്ന് വിചാരിച്ച്. നിങ്ങളിപ്പോൾ എൻ്റെ പാത്രം കഴുകലിൻ്റെ സ്പീഡ് കാണുമ്പോൾ ആലോചിക്കും ഞാൻ ഇത്രയും സ്പീഡിലാണോ? അല്ല, എൻ്റെ ഒരു അരമണിക്കൂറത്തെ പ്രയത്നമാണ് നിങ്ങൾ ഈ ഒരു സെക്കൻഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടാ, നിങ്ങൾ ഇങ്ങനെയാണോ പാത്രം കഴുകാറുള്ളത്? പറ. രാവിലെ എന്ത് വെക്കുമെന്നുള്ള ആലോചനയായിരുന്നു അടുത്തത്. ഞാനിത് കഴുകിക്കൊണ്ട് നിൽക്കുക. പിന്നെ നന്ദു ഉണരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കിയാൽ അത്രയും പാട് കുറഞ്ഞിരിക്കും. അല്ലെ അവളെ എടുത്തുകൊണ്ട് നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കണം. സോനു ആണെങ്കിൽ എണ്ണീറ്റിട്ടുമില്ല. സോനുവിനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി വിളിക്കാറുണ്ട്. അവൾ 5 മിനിറ്റ് കഴിഞ്ഞ് വരാം അങ്ങനെ പറഞ്ഞു ഒരു 10 മിനിറ്റ് ആയി. അതൊക്കെ പോട്ടെ. പിന്നെ പാത്രമൊക്കെ കഴുകണ്ടായോ? വീട്ടിൽ പെൺപിള്ളേരുണ്ട്, ആൺപിള്ളേരും കഴുകാം. ആൺപിള്ളേർക്കും കഴിയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആൺപിള്ളേരില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ കഴുകണം. പിന്നെ വെള്ളമൊക്കെ കുടിക്കാൻ അടപ്പയിലോട്ട് ഞാനങ്ങ് സെറ്റാക്കി വെച്ച്. പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെന്താ എനിക്ക് കമൻറ്റ് ചെയ്യാത്ത? അങ്ങോട്ട് കമൻറ്റ് ചെയ്യുന്നേ. അങ്ങനെ നന്ദു താണ്ട് എണ്ണിറ്റ് വന്ന് ഓടി വരവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോൾ ക്യാമറയും ഫോണും വെച്ചാലും നന്ദുവിന് ഭയങ്കര സന്തോഷമാണ്. അതെന്താണെന്നറിയത്തില്ല. അവളെ ഇങ്ങനെ ഞാൻ ഈ വീഡിയോസ് വീണ്ടും അവളെ കാണിച്ചു കൊടുക്കും. ദാണ്ട നീ ഓടി വരുന്നത് കണ്ടോ? അവൾക്കത് ഭയങ്കര ഒരു സന്തോഷമായ കാര്യമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നേരെ അവളെ അങ്ങ് പല്ല് തേപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് അങ്ങ് വിശക്കും. അവൾക്ക് വിശക്കാൻ തുടങ്ങിയാൽ പിന്നെ അവൾ പല്ലൊന്നും തേക്കാൻ ഇരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഓർത്ത് പല്ല് തേച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. എന്തെല്ലാം പറയണമെന്നറിയോ അവളൊന്ന് പല്ല് തേക്കാൻ വേണ്ടി. നിങ്ങളുടെയൊക്കെ പിള്ളേരിങ്ങനെയാണോ? എന്തെല്ലാം കഥ പറഞ്ഞു കൊടുക്കണം. അംഗനവാടി വിടുന്നത് അവൾക്കിഷ്ടമല്ല, അംഗനവാടി പോകുന്നതും അവൾക്കിഷ്ടമല്ല. അംഗനവാടി വിടത്തില്ല എന്ന് പറഞ്ഞാണ് ഞാൻ അവളെ ഇന്നും പല്ല് തേപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ 10 മണിയാകുമ്പോൾ കൊണ്ടുവിടുവേ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? കുറച്ചെങ്കിലും സന്തോഷം 10 മണി തൊട്ട് 3 മണി വരെ ഞാൻ നേടുന്നത് അംഗനവാടി കൊണ്ടുവിടുമ്പോഴാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ എല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് ഞാൻ ആലോചിച്ചു ഇനി എന്താണെന്ന് അടുത്തത് വെക്കണ്ടേ എന്തെങ്കിലും. പിന്നെ കട്ടൻ ചായ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് സെറ്റാക്കി കേട്ടോ. അങ്ങനെ വെളിയിലെ കതവ് തുറന്നപ്പോഴാണ് കണ്ട് ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. പട്ടിയെല്ലാം കൂടെ കയറി മൊത്തം ചള്ളയാക്കി. ആ സിറ്റൗട്ട് എന്തൊക്കെയാക്കാൻ പറ്റും അതെല്ലാം ആക്കി. ഞാൻ അന്നേ അമ്മയോട് പറഞ്ഞാ ഈ വെള്ളട്ടയിൽ ഒട്ടിക്കല്ലേ എന്ന്. അന്ന് അവരത് കേട്ടില്ല. ഇപ്പം നമ്മൾ വേണ്ട ഇതെല്ലാം തൂത്ത് തുടയ്ക്കാൻ. എന്തെങ്കിലും വൃത്തികേടായിട്ട് കിടന്നു കഴിഞ്ഞാലോ, എന്ന് വീട് വൃത്തികേടായിട്ട് കിടക്കുന്നു അന്നായിരിക്കും വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുന്നത്. അതുകൊണ്ട് ഞാൻ നേരെ അതെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് തേച്ച് കഴുകാമെന്ന് വിചാരിച്ചു. തുടച്ചിട്ടും കാര്യമില്ല. ഈ പട്ടിയുടെ പൂടയും മൊത്തം ചള്ളയായിട്ട് കിടക്കുന്നതുകൊണ്ട് തുടച്ചാലും അത്ര നീറ്റാവത്തില്ല. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ തേച്ച് കഴുകി ഇറക്കുന്നതാണെന്ന് വിചാരിച്ച് നല്ലപോലെ. അതാണെങ്കിൽ കുന്തം പോകുന്നുമില്ല. എത്ര നേരത്തെ ഉരച്ചുരച്ച് മരിച്ചു ഞാൻ. എൻ്റെ ജീവിതം പാത്രം കഴുകാനും തേച്ച് മഴക്കാനും തൂത്ത് വാരാനും തുടയ്ക്കാനും ബാക്കിയായിട്ട് കിടക്കുവാന്ന് തോന്നി. അങ്ങനെ അതെല്ലാം ഞാൻ അങ്ങോട്ട് നല്ലപോലെ തേച്ചൊക്കെ കഴുകി സെറ്റാക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ആലോചിച്ചത് എന്നാൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാലോ. അങ്ങനെ എൻ്റെ കുഴയാണ് നിങ്ങൾ കണ്ടത്. എൻ്റെ ചപ്പാത്തി ഉണ്ട്, നിങ്ങളുടെ ചപ്പാത്തി പോലെയല്ല, പൊള്ളി വരും, പപ്പടം പൊള്ളുന്ന പോലെ. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഉള്ളിക്കറിയും സെറ്റാക്കി. പിന്നെ ഇന്നലത്തെ കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ ഞാനങ്ങ് തിളപ്പിച്ചൂറ്റാമെന്ന് വിചാരിച്ച്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ വിളി വന്നപ്പോഴാണ് അടുത്ത പട്ടി കയറി ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടേക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണോ? ബാക്കിയിരുന്ന ഉള്ളിത്തൊലിയൊന്നും ഞാൻ കളയത്തില്ല. പച്ചക്കറി വേസ്റ്റ് ആണെങ്കിൽ അതെല്ലാം നമ്മൾ ഈ എന്തെങ്കിലും നട്ടേക്കുന്ന വെണ്ടയ്ക്കോ പാവലിനോ കോവലിനോ ഒക്കെ ഇടും. ഇങ്ങനെ ഉള്ളിത്തൊലി അതൊക്കെയാണെങ്കിൽ നമ്മൾ പൂക്കൾ ഒക്കെ ഉണ്ടല്ലോ, ചെടികൾ, അതല്ല എൻ്റെ പൂ വന്ന് നിൽക്കുന്നുണ്ടോ? മനോഹരമായ എൻ്റെ പൂക്കൾ കണ്ടാ? നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ പൂക്കൾ? ഇന്നലത്തെ മഴ ഞാൻ നനഞ്ഞു. അതുകൊണ്ട് ഇന്ന് എനിക്ക് ചെറിയ തൊണ്ടവേദനയും ശരീരവേദനയൊക്കെ ആയിരുന്നു. ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഒരു ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ച്
അത് കഴിഞ്ഞ് ഞാൻ ഫുഡൊന്നും അങ്ങനെ കഴിച്ചില്ല, ചപ്പാത്തി കഴിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വെളിയിൽ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ വന്ന് വെളിയിലോട്ട് നോക്കിയപ്പോൾ ഭയങ്കര മഴയെന്ന് പറഞ്ഞാലും പോരാ, ഭയങ്കര മഴ. കണ്ട എൻ്റെ ചെടിക്കകത്തൊക്കെ വെള്ളം കയറി നിൽക്കുന്നതാണ് എനിക്ക് സങ്കടമായി. അങ്ങനെ രാത്രി ആയപ്പോൾ മീൻ മേടിച്ചു, മീൻ കറി വെച്ചു, മീൻ വറുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ്